സോ ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ചാനലിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടോ ജേഴ്സിന്റെ സീരീസ് കാണുന്നവർക്ക് മനസ്സിലായി, ഐ മീൻ ലൈക്ക് കണ്ടു കാണും. നമ്മൾ പാസ്റ്റ് 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ റീസൺ വാസ് പ്രിറ്റി സിമ്പിൾ. നമ്മുടെ ആദ്യത്തെ ബുക്കായിരുന്നു അപ്പ് ആൻഡ് ഗോയിങ് എന്ന് പറഞ്ഞ ലൈക്ക് ഈ ഒരു ബുക്ക്. സോ ഈ ഒരു ബുക്കിന്റെ റെക്കോർഡിങ് നമ്മൾ ആക്ച്വലി പ്രീ റെക്കോർഡായിരുന്നു. നമ്മളൊരു മെയ് മാസം എൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു 75% ഓഫ് ദ മന്ത് ഡെയിലി ഓരോ വീഡിയോസ് വീതമായിരുന്നു ആ ഒരു ബുക്ക് റെക്കോർഡ് ചെയ്ത് തീർത്തത്. ആൻഡ് ലൈക്ക് ജൂൺ 1 തൊട്ട് നമ്മൾ ലൈക്ക് പാസ്റ്റ് 2 ദിവസം മുന്നേ, ഐ മീൻ ലൈക്ക് ജൂൺ 21st വരെ നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദാറ്റ് ജൂൺ 21st ആയിരുന്നപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഐ മീൻ ലൈക്ക് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസിന്റെ റെക്കോർഡ് അതെല്ലാം പബ്ലിഷ്ഡ് ആയി. പിന്നെ ലൈക്ക് ഒബ്വിയസ്ലി മടിയനാണല്ലോ ഞാൻ. അപ്പൊ പിന്നെ ലൈക്ക് ആയിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസമുണ്ട്, ബട്ട് സ്റ്റിൽ. സോ വീണ്ടും ലേസിനെസ് കംസ് ഇൻ. സോ അതുകൊണ്ട് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തില്ല. ഇപ്പൊ തന്നെ ലൈക്ക് ഇതൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലൈക്ക് നമ്മൾ ആക്ച്വലി അതാണ് ആക്ച്വലി കോർ റീസൺ. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആ ട്യൂട്ടോറിയലിന്റെ ആദ്യത്തെ സീരീസ്, ഐ മീൻ ലൈക്ക് ആദ്യത്തെ ബുക്ക് തീർത്തു എന്ന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. സോ ഇത് ലൈക്ക് നമ്മൾ ടിപ്പിക്കൽ വീഡിയോ പോലെ ആയിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ലൈക്ക് ഇതൊന്നും അല്ല ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്, ഇനിയും കുറെ അധികം കാര്യംസ് ഇല്ലേ. ലൈക്ക് നമ്മൾ അറേസിന്റെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉണ്ട്, അറേസിന് വേണ്ടി തന്നെ മാപ്പ് ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് തന്നെ ഇനിയും വരുന്നതാ. അതൊന്നും കവർ ചെയ്തില്ല. സോ അതിന്റെ മെയിൻ റീസൺ വാസ് ലൈക്ക് ഞാൻ ഈ സീരീസിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 90 to 80% ആ ബുക്ക് തന്നെയായിരിക്കും നമ്മുടെ സിലബസ് ആയിട്ട് പറയുന്നത്. സോ ബുക്കിന്റെ ഫസ്റ്റ് ബുക്കിനകത്ത് ഈവൻ ദോ ബേസിക്സ് ആണെങ്കിൽ പോലും ഈ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതപ്പോ ഗോയിങ് ഡൗൺ ദ ലൈൻ അത് വരുമായിരിക്കും. സോ അതാണ് ലൈക്ക് ആ കാര്യങ്ങൾ പറയാത്തത്. ഗോയിങ് ഡൗൺ ദ ലൈൻ വരും. സോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് അടുത്ത ബുക്ക് എപ്പോൾ തുടങ്ങുമെന്ന് ഉള്ളൊരു ചോദ്യം കാണും. അത് ഓൾസോ ഇപ്പോഴും പ്രീ ഡിഫൈൻഡ് അല്ല. മേ ബി ചിലപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈവൻ നാളെ വേണമെങ്കിലും ആവും. സോ ഇറ്റ് ഈസ് ഇൻ ഡിഫൈൻഡ്. സോ ഐ ഐ വിൽ ലെറ്റ് യു ഗൈസ് നോ. ലൈക്ക് ഇത് നേരത്തെ ഇട്ട പോലെ ലൈക്ക് ഈ വീഡിയോ പോലെ തന്നെ ഒരു ലോഞ്ച് വീഡിയോ നമ്മൾ അതിന് മുന്നത്തെ ഒരു ദിവസം ഇടുന്നതായിരിക്കും, ഒരു 2 days പ്രയർ ആയിട്ട്. സോ അതാണ് ലൈക്ക് വി ഡോണ്ട് നോ ജേസിന്റെ കറണ്ട് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ലൈക്ക് ഈ ബുക്ക് 2 ലൈക്ക് ഞാൻ ഫസ്റ്റ് ബുക്ക് റെക്കോർഡ് ചെയ്ത പോലെ എൻ്റെയർ ബുക്ക് മൊത്തം റെക്കോർഡിങ് തീർന്നിട്ടാണ് ഔട്ട് ആക്കുന്നതിൽ എങ്ങനെ പോയാലും ഒരു 1.5 months ഗ്യാപ്പ് വരും. സോ ആ ഗ്യാപ്പ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ഏതോ ഒരു കമന്റിലേക്ക്, ഞാൻ പേര് ഓർക്കുന്നില്ല, HTML CSS ലൈക്ക് ഇതുപോലെ സീരീസ് ഇറക്കുമെന്ന് ചോദിച്ചായിരുന്നു. സോ ജാവാസ്ക്രിപ്റ്റിൽ ഇത്രയും ഡിലേ വരുന്ന കാര്യം ലൈക്ക് ആ കോൺസെപ്റ്റ്സ് പറഞ്ഞു തരാനുള്ള രീതിയിൽ ഞാൻ അത്ര ഒരു എഫിഷ്യന്റ് അല്ല. സോ അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ HTML CSSന്റെ കേസിൽ HTML എൻ്റയർലി ലൈക്ക് നമുക്കൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ കയറി പറയാൻ പറ്റും. സോ അതിന് ആ ഒരു ലെവലിലായിട്ടുണ്ട്. CSന്റെ കേസിൽ ഓൾസോ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും ടാഗ്സും എല്ലാം വിത്തൗട്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ലൈക്ക് പക്കയായിട്ട് നമ്മളൊരു ആ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾസ് അടക്കം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയാലും ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ ബിഹേവിയർ മാറും. ലൈക്ക് വിയേർഡ് ബിഹേവിയർ ഉണ്ടാവും. ഒരു സ്പേസ് ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിലോ അങ്ങനത്തെയൊക്കെ ഇഷ്യൂ വരും. സോ അതുകൊണ്ട് ലൈക്ക് വി ഹാവ് ടു ബി മച്ച് മോർ കെയർഫുൾ വിത്ത് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ ആ കുറച്ച് ഡിലേ വരുന്നത്. പിന്നെ എൻ്റെ ലേസിനെസ് ഇസ് എറ്റ് അനദർ റീസൺ. സോ നമ്മൾ വീണ്ടും ഡിസിപ്ലിൻഡ് ആവാൻ നോക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഓൾസോ ലൈക്ക് ഞാൻ കഴിഞ്ഞ 2 ദിവസം 21-ാം തീയതി ഇറക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അന്ന് മടി പിടിച്ച് ഞാൻ ഇറക്കില്ല. പിന്നെ ലൈക്ക് വിചാരിച്ചത് ഇന്ന് എന്തായാലും ചെയ്തിരിക്കും, ആ ഒരു വൈബിലാണ് എടുക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ബുക്ക് 2ന്റെ ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യണമെന്നാണ് ചെക്ക് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നത്. റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ യു ഗൈസ് വിൽ സീ ഇറ്റ് സൂണർ. സോ അത് ഐ വിൽ ലെറ്റ് യു നോ. സോ അതൊക്കെയാണ് നമ്മുടെ ഇനി ഒരു അപ്കമിങ് പ്ലാൻസ് ഫോർ ദിസ് ചാനൽ എന്ന് പറയുന്നത്. സോ ആ ബുക്ക് 2 ഇൻ കേസ് ലൈക്ക് എൻ്റെ മൈൻഡിലേക്ക് എല്ലാം തീർത്തിട്ട് ഇറക്കിയാൽ മതി ലൈക്ക് ബുക്ക് 1 ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ലൈക്ക് വി വിൽ ട്രൈ ടു ഫിൽ ഇറ്റ് വിത്ത് HTML CSS. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി വി വിൽ കണ്ടിന്യൂ പോസ്റ്റിംഗ് ദ ബുക്ക്. സോ ഇതുവരെ ഈ വീഡിയോസ് കണ്ടിലേക്ക് കുറച്ച് ആൾക്കാർ ഹാസ് ബീൻ വെരി മച്ച് സപ്പോർട്ടീവ്. സോ അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഐ കൺസിഡർ ദാറ്റ് എസ് എ വിൻ. സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ഹോപ്പ്ഫുള്ളി ലൈക്ക് ഐ വിൽ ട്രൈ ടു പോസ്റ്റ് ഇറ്റ് ഔട്ട് സൂൺ. സോ അതുവരെക്കും ടാറ്റ ബൈ ബൈ.